ആനന്ദ കണ്ണീരണിയിക്കുന്ന അല്ലേലൂയ ഗീതം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അല്ലേലൂയ. സഹോദരീ സഹോദരന്മാരെ, ഉയർപ്പ് തിരുനാൾ മംഗളങ്ങൾ. ഇന്ന് സഭയിൽ അവസാനം അല്ലേലൂയ മുഴങ്ങുന്നു. അത് അധരങ്ങളിൽ നിന്ന് അധരങ്ങളിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകുന്നു. അതിൻ്റെ ആലാപനം ലോകമെമ്പാടുമുള്ള ദൈവജനത്തെ ആനന്ദാശ്രു പൊഴിയിപ്പിക്കുന്നു. ജെറുസലേമിലെ ശൂന്യമായ കല്ലറയിൽ നിന്ന് കേട്ടുകേൾവിയില്ലാത്ത ഒരു പ്രഖ്യാപനം നമ്മിലേക്ക് വരെ എത്തുന്നു. ക്രൂശിക്കപ്പെട്ട യേശു ഇവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ കല്ലറയിലില്ല. അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. തിന്മകളെ ജയിക്കുന്ന സ്നേഹം. സ്നേഹം വിദ്വേഷത്തെ ജയിച്ചു. വെളിച്ചം ഇരുട്ടിനെ കീഴടക്കിയിരിക്കുന്നു. സത്യം നുണയുടെ മേൽ വിജയം വരിച്ചു. പ്രതികാരത്തിനുമേൽ ക്ഷമ ജയിച്ചു. നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തിന്മ അപ്രത്യക്ഷമായിട്ടില്ല. അത് അവസാനം വരെ ഉണ്ടായിരിക്കും. എന്നാൽ അതിന് ഇനിമേൽ ആധിപത്യമില്ല. ഈ ദിവസത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നവൻ്റെ മേൽ അതിന് ഇനി അധികാരമില്ല. സഹോദരീ സഹോദരന്മാരെ, വിശിഷ്യ വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ, നിങ്ങളുടെ നിശബ്ദ നിലവിളി ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ നിശബ്ദ നിലവിളി ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അശ്രുകണങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. യേശുവിൻ്റെ പീഡാസഹന മരണങ്ങളിൽ ദൈവം ലോകത്തിലെ എല്ലാ തിന്മകളും സ്വയം ഏറ്റെടുക്കുകയും തൻ്റെ അനന്തമായ കാരുണ്യത്താൽ അവയെ തോൽപ്പിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ ഹൃദയത്തെ വിഷലിപ്തമാക്കുകയും സർവത്ര അക്രമവും അഴിമതിയും വിതയ്ക്കുകയും ചെയ്യുന്ന പൈശാചിക അഹങ്കാരത്തെ അവൻ ഉന്മൂലനം ചെയ്തു. ദൈവത്തിൻ്റെ കുഞ്ഞാട് വിജയം വരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നത്: എൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഉദ്ധാനം പ്രത്യാശയുടെ അടിത്തറ. അതെ, യേശുവിൻ്റെ പുനരുദ്ധാനമാണ് പ്രത്യാശയുടെ അടിത്തറ. ഈ സംഭവത്തിൽ നിന്ന് തുടങ്ങി പ്രത്യാശ ഇനി ഒരു മിഥ്യയല്ല. ഇല്ല, പ്രത്യാശ നിരാശപ്പെടുത്തില്ല. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റവനുമായ ക്രിസ്തുവിന് നന്ദി. പ്രത്യാശ നിരാശപ്പെടുത്തില്ല. അത് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രത്യാശയല്ല, മറിച്ച് വെല്ലുവിളിക്കുന്ന ഒന്നാണ്. അത് പിന്തിരിപ്പിക്കുന്നതല്ല, മറിച്ച് ശാക്തീകരിക്കുന്നതാണ്. ദൈവത്തിൽ പ്രത്യാശിക്കുന്നവർ തങ്ങളുടെ ദുർബലമായ കൈകൾ അവൻ്റെ വലതും ശക്തവുമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ വീണ്ടും എഴുന്നേൽക്കുകയും യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. ഉദ്ധിതനായ യേശുവിനോടൊപ്പം അവർ പ്രത്യാശയുടെ തീർത്ഥാടകരായി മാറുന്നു. സ്നേഹത്തിൻ്റെ വിജയത്തിൻ്റെയും ജീവൻ നിരായുധീകൃത ശക്തിയുടെയും സാക്ഷികളായി മാറുന്നു. നരകുലം ഉയർത്തെഴുന്നേൽക്കണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മരണത്തിനു വേണ്ടിയല്ല, പ്രത്യുത ജീവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ അസ്തിത്വത്തിൻ്റെ മുഴുവൻ അർത്ഥവും ഈ പ്രഖ്യാപനത്തിൽ അടങ്ങിയിരിക്കുന്നു. ഉയർപ്പ് തിരുനാൾ
ജീവൻ്റെ ആഘോഷമാണ്. ദൈവം നമ്മെ ജീവന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. മാനവകുലം ഉയർത്തെഴുന്നേൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ കണ്ണിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. സ്വന്തം അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ പ്രായമായവരുടെയും രോഗികളുടെയും അവരെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ട ആളുകളായി കണക്കാക്കുന്ന നാടുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ജീവനെ ഉന്മൂലനം ചെയ്യാനുള്ള വ്യഗ്രത, ജീവൻ ഇല്ലാതാക്കാനുള്ള താല്പര്യം എത്രമാത്രമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന നിരവധി സംഘർഷങ്ങളിൽ നാം ദിവസവും കാണുന്നത്. കുടുംബങ്ങളിലും സ്ത്രീകൾക്കോ കുട്ടികൾക്കോ എതിരെയും എത്രമാത്രം ആക്രമണങ്ങളാണ് നാം പലപ്പോഴും കാണുന്നത്. ഏറ്റവും ദുർബലരായവരോട്, പാർശ്വവൽകൃതരോടും കുടിയേറ്റക്കാരോടും ചിലപ്പോൾ എത്രമാത്രം അവജ്ഞയാണ് കാട്ടുന്നത്. ഈ ദിവസം നാം വീണ്ടും പ്രത്യാശയുള്ളവരാകുകയും നമ്മുടെ സമീപത്തില്ലാത്തവരോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചിതമായതിൽ നിന്ന് വ്യത്യസ്ത ആചാരങ്ങളോടും ജീവിത രീതികളോടും ആശയങ്ങളോടും ശീലങ്ങളോടും കൂടി വിദൂര ദേശത്തു നിന്നെത്തിയവരോ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കുന്നവരാകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. മധ്യപൂർവ്വദേശത്ത് സമാധാന കിരണങ്ങൾ പടരട്ടെ. സമാധാനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലേക്ക് നമുക്ക് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ഒരേ ദിവസം ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന പുരാതന ദേവാലയമായ തിരുക്കല്ലറയിൽ നിന്ന് സമാധാനത്തിൻ്റെ പ്രകാശകിരണങ്ങൾ വിശുദ്ധ നാട്ടിലാകമാനവും ലോകം മുഴുവനിലും പരക്കട്ടെ. പാലസ്തീനിലും ഇസ്രായേലിലും യാതനകൾ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ എല്ലാ ഇസ്രായേൽക്കാരുടെയും എല്ലാ പാലസ്തീൻ ജനതയുടെയും ചാരെ ഞാനുണ്ട്. ലോകമെമ്പാടും യഹൂദ വിരുദ്ധ അന്തരീക്ഷം വർദ്ധിച്ചു വരുന്നതും അത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതും ആശങ്കയുളവാക്കുന്നു. ഒപ്പം എൻ്റെ ചിന്തകൾ ഗാസയിലെ ജനങ്ങളിലേക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലേക്കും പായുന്നു. അവിടെ ഭയാനകമായ സംഘർഷവും മരണവും നാശവും വിതയ്ക്കുന്നതും തുടരുകയും നാടകീയവും നിന്ദ്യവുമായ ഒരു മാനവിക സാഹചര്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു. യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന കക്ഷികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, വെടിനിർത്തുക, ബന്ദികളെ മോചിപ്പിക്കുക, വിശക്കുന്നവരും സമാധാനപരമായി ഭാവി ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്ക് സഹായം നൽകുക. ലെബനനും സിറിയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലെബനനിലെയും സിറിയയിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിറിയ അതിൻ്റെ ചരിത്രത്തിൻ്റെ അതിലോലമായ ഒരു പരിവർത്തന ഘട്ടത്തിലാണ്. ഇരു നാടുകളും ഭദ്രതയും അതാത് രാഷ്ട്രങ്ങളുടെ ഭാഗധേയങ്ങളിലുള്ള പങ്കാളിത്തവും ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മധ്യപൂർവ്വ ദേശത്തെ ക്രൈസ്തവരെ സവിശേഷ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ തുണയ്ക്കാൻ ഞാൻ മുഴുവൻ സഭയെയും അഭ്യർത്ഥിക്കുന്നു. യമനെയും ഉക്രൈനെയും ദക്ഷിണ കൗക്കാസസും അർമേനിയയും അസർബൈജാനും യുദ്ധം മൂലം ലോകത്തിലെ ഏറ്റവും മോശമായ സുദീർഘ മാനവിക പ്രതിസന്ധികളിൽ നിന്ന് അനുഭവിക്കുന്ന യമനിലെ ജനങ്ങളെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. രചനാത്മക സംഭാഷണത്തിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു.
ഉദ്ധിതനായ ക്രിസ്തു പീഡിത ഉക്രൈന് സമാധാനമെന്ന ഉയർപ്പ് തിരുനാൾ ദാനമേകുകയും നീതിയുക്തവും സ്ഥായിയുമായ ഒരു സമാധാനം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രചോദനം പകരുകയും ചെയ്യട്ടെ. ഈ ഉത്സവ ദിനത്തിൽ നമുക്ക് ദക്ഷിണ കൗക്കാസിനെ അനുസ്മരിക്കുകയും അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള നിയതമായ സമാധാന കരാർ എത്രയും വേഗം ഒപ്പുവയ്ക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യട്ടെ എന്നും അത് ആ മേഖലയിൽ ഏറെ കാത്തിരിക്കുന്ന അനുരഞ്ജനത്തിലേക്ക് നയിക്കപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉദ്ധാന തിരുനാൾ വെളിച്ചം പടിഞ്ഞാറൻ ബാൾക്കൻ പ്രദേശത്ത് ഐക്യയജ്ഞങ്ങൾക്ക് പ്രചോദനമേകുകയും പിരിമുറുക്കങ്ങളും പ്രതിസന്ധികളും വഷളാകുന്നത് ഒഴിവാക്കാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അപകടകരവും അസ്ഥിരപ്പെടുത്തുന്നതുമായ പെരുമാറ്റ രീതികൾ നിരസിക്കുന്നതിൽ ആ പ്രദേശത്തിൻ്റെ സഹകാരികൾക്കും പിന്തുണയേകുകയും ചെയ്യട്ടെ. ആഫ്രിക്കയെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രത്യാശയായ ഉദ്ധിതനായ ക്രിസ്തു സംഘർഷങ്ങൾക്കും അക്രമത്തിനും ഇരകളായ ആഫ്രിക്കയിലെ ജനതകൾക്ക് സർവോപരി കോങ്കോ ജനാധിപത്യ റിപ്പബ്ലിക്, സുഡാൻ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സമാധാനവും സാന്ത്വനവും പ്രദാനം ചെയ്യട്ടെ. സഹേൽ, ആഫ്രിക്കയുടെ കൊമ്പ് പ്രദേശം, ഗ്രേറ്റ് ലേക്സ് മേഖല എന്നിവിടങ്ങളിൽ സംഘർഷങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവരെയും പല സ്ഥലങ്ങളിലും തങ്ങളുടെ വിശ്വാസം സ്വാതന്ത്ര്യമായി പ്രഖ്യാപിക്കാൻ കഴിയാത്ത ക്രിസ്ത്യാനികളെയും അവിടുന്ന് പിന്തുണയ്ക്കട്ടെ. സമാധാനത്തിന് മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും. മതസ്വാതന്ത്ര്യം ഇല്ലാത്തിടത്ത് അല്ലെങ്കിൽ ചിന്താസ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ഇല്ലാത്തിടത്ത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാത്തിടത്ത് സമാധാനം സാധ്യമല്ല. യഥാർത്ഥ നിരായുധീകരണം കൂടാതെ സമാധാനം സാധ്യമല്ല. ഓരോ ജനതയും സ്വന്തം പ്രതിരോധത്തിനായി സജ്ജമാക്കേണ്ടതിൻ്റെ ആവശ്യകത പൊതുവായ പുനരായുധവൽക്കരണ മത്സരമായി പരിണമിക്കാൻ പാടില്ല. ഭിന്നതകൾ സൃഷ്ടിക്കുന്നതും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ മതിലുകൾ തകർക്കാൻ ഉദ്ധാന ദിനത്തിൻ്റെ വെളിച്ചം നമ്മെ പ്രേരിപ്പിക്കുന്നു. പരസ്പരം കരുതലേകാനും പരസ്പര ഐക്യദാർഢ്യം വർദ്ധമാനമാക്കാനും ഓരോ മനുഷ്യ വ്യക്തിയുടെയും സമഗ്ര വികസനം പരിപോഷിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. മ്യാൻമറിലെ ജനങ്ങളുടെ ദുരിതം. വർഷങ്ങളായി സായുധ സംഘർഷത്താൽ പീഡിതവും ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും അനാഥരും വൃദ്ധരും ഉൾപ്പെടെ നിരവധി അതിജീവിതരുടെ ദുരിതത്തിനും കാരണമായ സാഗൈങ്ങിലെ വിനാശകരമായ ഭൂകമ്പത്തിൻ്റെ അനന്തരഫലങ്ങളെ ധീരതയോടും ക്ഷമയോടും കൂടി നേരിടുന്ന ബർമാക്കാരായ ജനതയ്ക്ക് ഈ സമയത്ത് നമ്മുടെ സഹായത്തിൻ്റെ അഭാവം ഉണ്ടാകരുത്. ഇരകൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദാരമതികളായ സകല സന്നദ്ധ പ്രവർത്തകർക്കും ഹൃദയംഗമായ നന്ദി. രാജ്യത്തെ വിവിധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ആകമാന മ്യാൻമറിന് പ്രതീക്ഷയുടെ അടയാളമാണ്. ഭയത്തിൻ്റെ യുക്തിക്ക് അടിമപ്പെടരുത്. അടച്ചുപൂട്ടുന്ന ഭയത്തിൻ്റെ യുക്തിക്ക് വഴങ്ങരുത്. മറിച്ച് ആവശ്യമുള്ളവരെ സഹായിക്കാനും വിശപ്പിനെതിരെ പോരാടാനും വികസന പരിപോഷകങ്ങളായ സംരംഭങ്ങൾക്ക് പ്രചോദനം പകരാനും ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കണമെന്ന്
ലോകത്തിലെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളുള്ള എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവയാണ് സമാധാനത്തിൻ്റെ ആയുധങ്ങൾ. മരണം വിതയ്ക്കുന്നതിന് പകരം ഭാവി കെട്ടിപ്പൊക്കുന്നവ. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ആധാരമായി ഭവിക്കുന്നതിൽ മാനവികതയുടെ തത്വം ഒരിക്കലും പരാജയപ്പെടാതിരിക്കട്ടെ. എതിരാളികളല്ല, മറിച്ച് ആത്മാവും അന്തസ്സുമുള്ള ആളുകളാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് നിസ്സഹായരായ പൗരന്മാരെയും വിദ്യാലയങ്ങളെയും ആശുപത്രികളെയും ജീവകാരുണ്യ പ്രവർത്തകരെയും ബാധിക്കുന്ന ബിൽ നമുക്ക് മറക്കാനാകില്ല. യുദ്ധ തടവുകാരുടെ കൈമാറ്റം സാധ്യമാകട്ടെ. ഈ ജൂബിലി വർഷത്തിൽ ഉയർപ്പ് തിരുനാൾ യുദ്ധ തടവുകാരെയും രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുന്നതിനുള്ള ശുഭകരമായ ഒരു അവസരമായി ഭവിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കർത്താവിൻ്റെ ഉദ്ധാനത്തിൽ മരണവും ജീവിതവും വിസ്മയകരമായ ഒരു പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടി. എന്നാൽ കർത്താവ് ഇപ്പോൾ എന്നേക്കും ജീവിക്കുന്നു. കൂടാതെ ആയുധങ്ങളുടെ ഗർജനവും മരണത്തിൻ്റെ മാറ്റുരിയും ഇനി കേൾക്കാത്ത അവസാനമില്ലാത്ത ജീവിതത്തിൽ പങ്കുചേരാൻ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പ് അവിടുന്ന് നമ്മിൽ സന്നിവേശിപ്പിക്കുന്നു. എല്ലാം പുതിയതാക്കാൻ കഴിയുന്ന ഏകനായവനെ നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. എല്ലാവർക്കും ഉയർപ്പ് തിരുനാൾ മംഗളങ്ങൾ. Cari fratelli e sorelle, buona Pasqua. Maestro delle cerimonie, di leggere il messaggio. Dicatus omnipotens Deus, Pater et Filius et Spiritus Sanctus.